السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العلي العظيم. ആമുഖ ഭാഷണത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എനിക്കെതിരെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം സൂറത്തുൽ മാഊൻ എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 107-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മാഊൻ. 7 ആയത്തുകളാണ് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിനുള്ളത്. അൽ മാഊൻ എന്നാൽ പരോപകാര വസ്തുക്കൾ എന്നാണ് ഭാഷാർത്ഥം. പരോപകാര വസ്തുക്കൾ തടയുന്നവനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ കാരണത്താലാണ് ഈ അധ്യായത്തിന് സൂറത്തുൽ മാഊൻ എന്ന് പേര് വന്നതിന് തഫ്സീറുകൾ കാണാം. ശ്രദ്ധേയമായ ഒരു ചോദ്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ ആരംഭിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടോ? ദീനിനെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞോ എന്ന ചോദ്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ ആരംഭിക്കുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉദിക്കുന്നത് വരുന്നത് നിരീശ്വര നിർമ്മതവാദക്കാരെ പറ്റിയും പരലോക നിഷേധികളെ പറ്റിയും പരാമർശിച്ചതാണെന്നാണ്. അവർ വിചാരിക്കുന്നു ഞങ്ങളെ കുറിച്ച് അല്ല ഈ ആയത്തിൽ പ്രതിപാദിച്ചത് എന്ന്. എന്നാൽ അല്ലാഹു തൊട്ടടുത്ത ആയത്തിലൂടെ പറയുന്നു, فذلك الذي يدع اليتيم ولا يحض على طعام المسكين. അനാഥകളുടെ വിഷയത്തിൽ, അനാഥകരായ കുട്ടികളുടെ വിഷയത്തിൽ നിർദ്ദയമായും പരുഷമായും പെരുമാറുന്നവനാരാണോ അവരെ കുറിച്ചാണ് അല്ലാഹു പ്രതിപാദിച്ചത് എന്ന്. ولا يحض على طعام المسكين. പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കാത്തവനാരുണ്ടോ അവനാണ് രണ്ടാമത്തെ വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത്. അനാഥരായ കുട്ടികളെ പുറന്തള്ളുന്നതും പാവപ്പെട്ട മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാത്തതും വലിയ പാതകരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആയത്ത് ഇറങ്ങാൻ പല സംഭവങ്ങളും കാരണങ്ങളായി വന്നിട്ടുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. മഹാനായ തഫ്സീർ തിർമിദിയിൽ കാണാം, അബൂ സുഫ്യാന്റെ വിഷയത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന്. തഫ്സീറുർ റാസിയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബൂ ജഹലിന്റെ വിഷയത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നാണ്. ഒരിക്കലതാ അബൂ ജഹലിന്റെ കീഴിൽ ഒരു അനാഥനായ ബാലനുണ്ടായിരുന്നു. അങ്ങനെ ആ ബാലന്റെ എല്ലാ കാര്യങ്ങളും സമ്പത്തുകളും നോക്കി നടന്നിരുന്നത് അബൂ ജഹലായിരുന്നു. അങ്ങനെ അതാ ഒരു ദിവസം തന്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രത്തിന് വേണ്ടി
തന്റെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം വാങ്ങാൻ വേണ്ടി ആ കുട്ടി അബൂജഹലിനോട് പണം ആവശ്യപ്പെടുന്നു. അബൂജഹൽ ആ കുട്ടിയെ ആട്ടിയോടിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് കാണുന്ന ഖുറൈശികൾ ആ കുട്ടിയോട് പറയുകയാണ്. സങ്കടത്തോടെ തിരിച്ചു വരുന്ന ആ കുട്ടിയെ കണ്ട ഖുറൈശികൾ പറയുന്നു, നീ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോവുക, മുഹമ്മദിനോട് നീ സഹായം ചോദിക്കണേ എന്ന്. അങ്ങനെ ആ കുട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെയും കൂട്ടി അബൂജഹലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ അടുക്കലേക്ക് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യങ്ങളും പണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അബൂജഹലിനെ ഓർമ്മപ്പെടുത്തുന്നു. ഉടനടി അബൂജഹൽ വീടിന്റെ ഉള്ളിലേക്ക് പോയി പണമെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നു. ഖുറൈശികൾ അത്ഭുതപ്പെടുകയാണ്. ഖുറൈശികൾ അബൂജഹലിനെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ അബൂജഹൽ പറയുന്നു, മുഹമ്മദിന്റെ 2 ചുമരുകളിൽ ഞാൻ 2 കുന്തങ്ങളെ കണ്ടു. മുഹമ്മദിന് ഉത്തരം നൽകിയില്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്തങ്ങൾ വന്ന് എന്റെ ശരീരത്തിലേക്ക് തറക്കുമെന്ന് ഞാൻ ഭയന്നു. അക്കാരണത്താലാണ് ഞാൻ പെട്ടെന്ന് തന്നെ പണം കൊടുക്കാനുള്ള കാരണമെന്ന് തഫ്സീർ റാസി ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം. അനാഥകളുടെ ധനം തട്ടിയെടുത്ത് ശീലിച്ചവർക്കിടയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം നടത്തിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അനാഥരായ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവനക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അവൻ ഒരു ആവശ്യത്തിന് പ്രാപ്തനാകുന്നതുവരെ അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏതൊരുത്തനുണ്ടോ അവനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി വകാഫിറുൽ യതീമ ഹകദാ ഫിൽ ജന്ന. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് ഹബീബ് തങ്ങൾ പഠിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് അങ്ങോട്ട് നിസ്കരിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം. നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അശ്രദ്ധവാന്മാരായിട്ട് നിസ്കരിക്കുന്നവർക്കാണ് നാശം. അവർ നിസ്കാരം നിർവഹിക്കുന്നു, നിർബന്ധപൂർവം അവർ നിർവഹിക്കുന്നു. പക്ഷേ അവർക്ക് ആ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ശ്രദ്ധ പല വിധത്തിലുണ്ട്. അശൈഖ് ഇമാദുദ്ദീൻ റഹിമഹുല്ലാഹ് തന്റെ ഇബ്നു കസീറിൽ പറഞ്ഞതായി കാണാം, ശ്രദ്ധയുടെ പല ഘടകങ്ങൾ. അതിൽപ്പെട്ടതാണ് നിസ്കാരം പാടെ ഉപേക്ഷിക്കുക. മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാത്രം നിസ്കരിക്കുക. അതല്ല എങ്കിൽ ആളുകൾ കാണുന്ന സമയത്ത് മാത്രം നിസ്കരിക്കുക. നിസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ഘടകങ്ങളെ അവഗണിക്കുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അശ്രദ്ധയിൽപ്പെടുമെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെയാവുമ്പോൾ ഈ അശ്രദ്ധ മൂലം, ഈ പറയപ്പെട്ട അശ്രദ്ധ മൂലം നാം നിസ്കരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നാശമാണെന്ന് അല്ലാഹു പറയുന്നു. അല്ലദീന ഹും യുറാഊൻ. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ നിസ്കാരം നിർവഹിച്ചത് കൊണ്ട് അല്ലാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഈ നിസ്കാരത്തിൽ വല്ല തെറ്റുകളും വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു എനിക്ക് ശിക്ഷ, അല്ലാഹുവിൽ നിന്നുള്ള അദാബിനെ അവർ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാവുന്നത്. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى يُرَاءُونَ النَّاسَ وَلَا يَذْكُرُونَ اللَّهَ إِلَّا قَلِيلًا. അവർ നിസ്കരിക്കുകയാണെങ്കിൽ മടിയന്മാരായിട്ട് നിസ്കരിക്കുന്നവരാണ്. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയുന്നു, മടിയന്മാരായിട്ട് അവർ നിസ്കരിക്കുകയാണ്. യുറാഊന النَّاسَ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, അവർ കുറച്ച് മാത്രമല്ലാതെ അല്ലാഹുവിനെ ഓർക്കുന്നില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വയംനഊനൽ മാഊൻ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരോപകാരത്തെ തടയുന്നവരെ പറ്റിയാണ് അല്ലാഹു പരാമർശിക്കുന്നത്. പരോപകാരം മാഊൻ എന്നതിന് പല വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിൽ കാണാം. അത്തിർമിദിയിൽ കാണുന്നത് നിർബന്ധിച്ച സക്കാത്ത് കൊടുത്തു വീട്ടാത്തവരാണെന്നും അതല്ല എങ്കിൽ സാധാരണ കൊടുത്തു വീട്ടാനുള്ള വെള്ളം, മഴയോ തുടങ്ങിയ സാധനങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാത്തവനാണെന്നും. അതുകൊണ്ട് ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അവസാനത്തിൽ അല്ലാഹു ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു ദുആ പറയുന്നുണ്ട്. ഈ സൂറത്തിനെ അല്ലാഹു ഇറക്കിയത് അല്ലാഹു തആല ഇറക്കിയത് കപടന്മാരുടെ സ്വഭാവം വിശേഷിപ്പിച്ചുകൊണ്ടാണ്. അടുത്ത സൂറത്ത് മുത്തുനബിയുടെ വിശേഷണം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.